കഴിഞ്ഞ 2 ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഹോണ്ടയുടെ പുതിയ ബൈക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ബൈക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഹോണ്ടയുടെ NX500 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഈ ഒരു ബൈക്കിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഹോണ്ട കൊടുത്തിട്ടുള്ളത് നോക്കാം. ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസും എഞ്ചിൻ്റെ സ്പെക്സ് ഒക്കെ നോക്കാം. ഈ ഒരു NX500 എന്ന് പറഞ്ഞൊരു ബൈക്ക് നമ്മുടെ ഹോണ്ടയുടെ CB500Xൻ്റെ ഒരു റീപ്ലേസ് മോഡലാണ്. ഈ ഒരു ബൈക്കിൻ്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു അഡ്വഞ്ചർ ടൂറർ സെഗ്മെൻറ്റിൽ വരുന്നൊരു മോഡലാണ്. CB500X വെച്ച് നോക്കുമ്പോൾ ഡിസൈൻ്റെ ഭാഗത്തു നിന്നാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ബൈക്കിന്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലൊരു SFFBയുടെ ഒരു VST ഫോർക്കാണ് വരുന്നത്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കുമാണ്. ഇനി ഹാൻഡിൽ ബാർ നോക്കുവാണെങ്കിൽ ഒരു വൈഡ് ആയിട്ടുള്ളൊരു അപ്രൈറ്റ് റൈഡിംഗ് പൊസിഷനാണ്. ടാങ്കിൻ്റെ കപ്പാസിറ്റിക്ക് വരുന്നത് 17.5 ലിറ്ററാണ്. ഫ്രണ്ടിൽ കുറച്ചും കൂടി ഹൈറ്റിലുള്ളൊരു വിൻഷീൽഡ് വരുന്നുണ്ട്. ഇനി ഹെഡ്ലൈറ്റ് നോക്കുവാണെങ്കിൽ ഫുള്ളി LED ഹെഡ്ലൈറ്റ് ആണ് ഈ ഒരു ബൈക്കിന്. ഹെഡ്ലൈറ്റ് മാത്രമല്ല ബാക്കിലെ ടെയിൽ സെക്ഷനും ഇൻഡിക്കേറ്ററൊക്കെ LED ആണ്. ഇനി ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. ഇനി ഡിസ്കിൻ്റെ സൈസ് വരുന്നത് ഫ്രണ്ടിൽ 296 mm ആയിട്ടുള്ളൊരു ടിൻ ഡിസ്ക്കാണ്. ബാക്കിൽ 240 mm ആയിട്ടുള്ളൊരു ഡിസ്ക് ബ്രേക്കാണ്. ടയറിൻ്റെ സൈസ് ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചിൻ്റെ ബ്ലോക്ക് പാറ്റേൺസിൻ്റെ അലോവി ടയറാണ്. ഇനി നമുക്ക് എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു 471cc പാരലൽ ടിൻ സിലിണ്ടർ ലിക്വിഡ് കൂളായിട്ട് ഒരു 6 സ്പീഡ് ട്രാൻസിഷൻ വിത്ത് ഒരു സ്ലിപ്പർ ക്ലച്ചോട് കൂടിയുള്ള ഒരു എഞ്ചിനാണ്. മാക്സിമം പവർ 47 bhp 8600 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മാക്സിമം ടോർക്ക് 43 Nm ആണ്. അത് 6500 RPM. എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഹോണ്ടയുടെ CB500Xൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. ഇനി ഈ ഒരു ബൈക്കിൻ്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഒരു TFT ഡിസ്പ്ലേ ആണ്. 5 ഇഞ്ചിൻ്റെ ഒരു TFT ഡിസ്പ്ലേ ആണ്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, 10x10 നാവിഗേഷൻ, സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോൾ, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബുക്കിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10,000 rupees ബുക്കിംഗ് എമൗണ്ട് ഒക്കെ വരുന്നത്. ഇതിപ്പോൾ CBU റൂട്ടിലാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈസ് ഈ ഒരു ബൈക്കിലുണ്ട്. ഇനി പ്രൈസ് നോക്കുവാണെങ്കിൽ 5,90,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. ഓൺ റോഡ് പ്രൈസ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 7 ലക്ഷത്തിന് അടുപ്പിച്ചാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഡെലിവറി ടൈമൊക്കെ വരുന്നത് February to March. ഇത്രയും കാര്യങ്ങളാണ് ഹോണ്ടയുടെ NX500 വന്നിട്ടുള്ള കാര്യങ്ങൾ.